ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. ശത്രുദോഷം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാ അല്ലേ? പലരും ഒരു വാദത്തിന് വേണ്ടിയിട്ടൊക്കെ പറയും ശത്രുദോഷം ഉണ്ടോ. ഒരു ഹേമൻ പറയണ്ടായി, എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ശത്രുരാജ്യമായ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ രാജ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ശത്രുദോഷത്തിൻ്റെ ഒരു വഴിപാട് നടത്തിയാൽ പോരെ, പൂജ നടത്തിയാൽ പോരെ, 4 നാമം ജപിച്ചാൽ പോരെ എന്നൊക്കെ അല്ലേ. അതിപ്പോൾ നമുക്ക് ആരാണോ ശത്രുഭാവത്തിൽ നിൽക്കുന്നത് അവരുടെ മനം മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ചെയ്യാം, തെറ്റൊന്നുമില്ല കാര്യത്തിലേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ അവരുടെ ശത്രുത മാറണം എന്ന് പറയുന്നത് നമ്മളോടുള്ള മനോഭാവം മാറ്റുക എന്നുള്ളതാണ് അല്ലേ. ശത്രു നിഗ്രഹണമല്ലോ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ശത്രുദോഷം മാറ്റുക എന്നുള്ളതാണല്ലോ. രണ്ടും രണ്ടാണേ കേട്ടോ. എന്താ ശത്രുദോഷം മാറ്റുക എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശത്രുവായി കാണുന്ന, നമ്മളെ ശത്രുഭാവത്തിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മളടുത്ത് അങ്ങനെ പെരുമാറുന്ന ആളുകളുടെ മനോഭാവം മാറ്റി നമ്മളെ മിത്രമായി കാണാൻ ശ്രമിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളെ ഒരു മിത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് ഇരുത്തുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ശത്രുദോഷ പരിഹാരത്തിനെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം. എന്നാൽ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാവാമെന്നാണ് അല്ലേ. നമ്മുടെ കൂടപ്പറപ്പ് പോലെ നമ്മുടെ ഒപ്പം നിന്നവർ തന്നെ നമുക്ക് ശത്രുക്കളായി മാറും അല്ലേ. പല എൻ്റെ സഹോദരിമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിവാഹം കഴിച്ചു വന്ന വീട്ടിൽ അല്ലേ അനവധി ആളുകൾ ആ ശത്രുഭാവത്തിൽ നിൽക്കുന്നത്. അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ജോലി സ്ഥലത്ത് പല രീതിയിലും ശത്രുഭാവം ഉണ്ടാവും അല്ലേ. ഒരു മേലുദ്യോഗസ്ഥന് നമ്മളെ ഒന്ന് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒപ്പമുള്ള സഹപ്രവർത്തകർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ നമ്മുടെ ശത്രുക്കളായി മാറും അല്ലേ. എന്തിനു പറയുന്നു? നമ്മൾ നല്ലത് എന്ന് വെച്ചിട്ട് ഒരാൾക്ക് നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ പോയാലും അതും ഇന്നത്തെ കാലത്തൊരു ശത്രുദോഷമായി മാറുന്ന. അപ്പോൾ ശത്രുദോഷങ്ങൾ പല രീതിയിലാണ് നമുക്ക് വന്നിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതേ. അതുമാതിരി തന്നെ രോഗങ്ങൾ അല്ലേ. ശത്രുഭാവത്തിൽ നിന്നുകൊണ്ടുള്ള തന്നെ രോഗങ്ങൾ വരിക, ശത്രുദോഷങ്ങൾ വരിക അല്ലേ. ദുഷ്ടശക്തികളുടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. എന്താ ദുഷ്ടശക്തികളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ആഭിചാര കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മളെ ദുഷ്ടശക്തികൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. നന്മയ്ക്ക് തിന്മയുണ്ടല്ലോ, അങ്ങനെയാണല്ലോ പറയുക. നന്മ നിൽക്കുന്നോർത്ത് തിന്മയും നിൽക്കുന്നതാണ്. എന്നും നന്മയും തിന്മയും തമ്മിലാണല്ലോ യുദ്ധം നടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും 2 മുഖം ഉണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മറ്റു പലരും എന്താണെന്ന് വെച്ചെങ്കിൽ ചെയ്തോട്ടെ, അവർ എന്തൊക്കെ കർമ്മങ്ങളാണെങ്കിൽ ചെയ്തോട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ദൈവിക സന്നിധിയിലുള്ള പ്രാർത്ഥനയും ദൈവത്തോടുള്ള നാമജപവും നമ്മളെ കൊണ്ട് ഉതകുന്ന വഴിപാടുകളും അല്ലേ. ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളെ ശത്രുദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ, ശത്രുഭാവത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ, അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? നമുക്ക് 4 വരി നാമം ജപിക്കാൻ കഴിയും, ഭഗവാനോട് പ്രാർത്ഥിക്കാൻ കഴിയും, നമ്മുടെ ശക്തിക്കൊത്ത 1-2 വഴിപാടുകൾ ചെയ്യാൻ കഴിയും. ഇതാണല്ലോ നമ്മൾ ചെയ്യുക അല്ലേ. എന്നാൽ ഇന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായൊരു വഴിപാടിനെ കുറിച്ച് തന്നെയാണ്. ഈ വഴിപാട് നമ്മുടെ ജന്മനക്ഷത്രങ്ങളിൽ, നമ്മൾ പക്കപ്പിറന്നാൾ എന്നൊക്കെ പറയും അല്ലേ, ഓരോ മാസത്തിലും നമ്മുടെ ജന്മനക്ഷത്രങ്ങൾ വരും. ആ ജന്മനക്ഷത്രങ്ങളിൽ നമുക്ക് ശിവക്ഷേത്രത്തിൽ, എങ്ങനത്തെ ശിവക്ഷേത്രത്തിൽ ചെയ്യണം? അഘോരമൂർത്തിയായി അഘോര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ കേമാണ്. അങ്ങനെ അഘോരമൂർത്തിയായി അഘോര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും കേമം അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു അമ്പലം എന്ന് പറയുന്നത് അറിയാലോ, ഏറ്റുമാനൂരപ്പനാണ് അല്ലേ. എങ്കിലും ഏറ്റുമാനൂരപ്പൻ മാത്രമല്ല, അനവധി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ തന്നെ. അഘോരമൂർത്തിയായി അഘോര സങ്കല്പത്തിലിരിക്കുന്ന അനവധി ക്ഷേത്രങ്ങളുണ്ട്. ആ ശിവഭഗവാനെ നമ്മൾ അഘോരമൂർത്തിയായി മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ കഴിക്കേണ്ട വഴിപാടെന്ന് പറയുന്നത് അഘോര പുഷ്പാഞ്ജലിയാണ്. എല്ലാ ക്ഷേത്രങ്ങളും കഴിക്കില്ല. ശിവക്ഷേത്രങ്ങളിൽ തന്നെ വളരെ ഹേമമായ ശിവക്ഷേത്രങ്ങളിൽ, അഘോര സങ്കല്പമുള്ള ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് കഴിക്കുക. അഘോര പുഷ്പാഞ്ജലി നമുക്ക് നമ്മുടെ പിറന്നാൾ, പക്കപ്പിറന്നാൾ പറയും, നമ്മൾ പിറന്നാൾ ദിനത്തിൽ അല്ലേ, നമ്മൾ ഏത് നാളിലാണോ ജനിച്ചത് ആ ഓരോ മാസത്തിലും ആ നാളിൻ്റെ അന്ന് നമുക്ക് ഒരു അഘോര പുഷ്പാഞ്ജലി കഴിക്കാൻ കഴിഞ്ഞാൽ ഒരു ശത്രുക്കളും നമ്മളുടെ നേരെ വരില്ല എന്നാണ്. ഒരു ഭയവും വേണ്ട, ഒരു ദുഷ്ടശക്തികൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ അത്ര ശ്രേഷ്ഠമാണ് ഈ വഴിപാട് അല്ലേ.
ഇനി നമുക്ക് നേരിട്ട് പോയി കഴിക്കാൻ കഴിയില്ലെങ്കിലോ ആരെക്കൊണ്ടെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആരെക്കൊണ്ടെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് തുടർച്ചയായി കഴിക്കാൻ കഴിഞ്ഞാലോ വളരെ കേമായി. എല്ലാ നമ്മുടെ പക്കപ്പിറന്നാളുകൾക്കും ഒരു അഘോര പുഷ്പാഞ്ജലി അത്ര വലിയ പൈസ ഒന്നും വരില്ല. നമുക്ക് കഴിക്കാൻ കഴിഞ്ഞാലോ വളരെ കേമായി, വളരെ കേമായി. ഒരു സംശയമില്ല ആ കാര്യത്തിലേ. എല്ലാ ഗ്രഹദോഷങ്ങളും ആഭിചാരബാധ ദോഷങ്ങളും അല്ലേ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അഘോര പുഷ്പാഞ്ജലി കഴിക്കുക, അല്ലെങ്കിൽ അഘോരമൂർത്തിയെ കറുത്ത നിറത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് പറയുക. അഘോരമൂർത്തിയെ നമ്മൾ എന്ത് നിറത്തിലാണ്? കറുത്ത നിറത്തിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാണ്? ഗ്രഹദോഷങ്ങൾ മാറാൻ, അഭിചാര പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലേ, രോഗങ്ങൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അഘോരമൂർത്തിയെ കറുത്ത നിറത്തിലാണ് കേട്ടോ സങ്കല്പിച്ച് പ്രാർത്ഥിക്കേണ്ടതേ അല്ലേ. ആഗ്രഹ സാഫല്യത്തിനോ ആഗ്രഹം നമുക്ക് ഒരു ആഗ്രഹം നടന്ന് കിട്ടാനാണെങ്കിൽ ചുവപ്പ് വർണ്ണത്തിലാണ് ഉപവസിക്കേണ്ടതേ. നമ്മളൊരു ആഗ്രഹം നടന്ന് ശിവഭഗവാന്റെ മുമ്പിൽ നമ്മളൊരു ആഗ്രഹം പറഞ്ഞ് അത് നേടിയെടുക്കാനാണെങ്കിൽ ചുവപ്പ് വർണ്ണത്തിലാണ് നമ്മൾ ഉപവസിക്കേണ്ടത്. വളരെ കേമാണ്. അങ്ങനെ ഓരോ നിറങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശിവാരാധനയിൽ അല്ലേ. ശിവസായുജ്യം അടയാൻ എന്താണ്? വെളുത്ത നിറത്തിലാണ് അല്ലേ. വെളുത്ത നിറത്തിൽ അഘോരമൂർത്തിയെ പൂജിക്കണം എന്നാണ്. വെളുത്ത നിറത്തിൽ അഘോരമൂർത്തിയെ പൂജിച്ചാലാണ് എന്താണ്? ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടുക, ശിവസായുജ്യം അടയുക എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ കറുത്ത നിറത്തിലാണ് അഘോരമൂർത്തിയെ നമ്മൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വഴിപാട് നടത്തുന്ന വെച്ചെങ്കിലോ ഗ്രഹദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ അല്ലേ, അസുഖങ്ങൾ ഇതൊക്കെ കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വരുന്നത്. അപ്പോൾ അഘോരമൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അഘോരമൂർത്തിയോട് നമ്മളൊരു വഴിപാട് നടത്തുമ്പോൾ ഓരോരോ നിറത്തിന് വരെ പ്രാധാന്യമുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ ആ ഒരു ശക്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ശത്രുദോഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മുൻജന്മ പാപങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു അഘോരമൂർത്തി ക്ഷേത്രം അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ തിരുമേൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക, തിരുമേനി ഇവിടെ അഘോര പുഷ്പാഞ്ജലി കഴിക്കുമോ? കഴിക്കുമെങ്കിൽ നമ്മുടെ പക്കപ്പിറന്നാളുകൾക്ക് ഒരു അഘോര പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ച് പ്രാർത്ഥിക്കുക ഭഗവാന്റെ മുമ്പിലേ. സർവം ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്ര പെട്ടെന്ന് ഫലം തരുന്ന അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അനുഗ്രഹം തരുന്ന ഒരു ദൈവിക ഭാവം വേറെ ഉണ്ടോ ശിവഭഗവാനല്ലാണ്ട്? ഉണ്ടോ? ഇല്ല. അതേമാതിരി തന്നെ കോപം വന്നാലും കേട്ടോ നമ്മളോട് എത്രമാത്രം അനുകമ്പ കാണിക്കുന്നു അത്രയും മാത്രം കോപാകുലനുമാവും അദ്ദേഹം എന്നാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകൾ വന്നു വെച്ചിങ്ങനെ അദ്ദേഹം ക്ഷമിക്കില്ല അത്. അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തരെ എന്തെങ്കിലും ഉപദ്രവിച്ചാലും അദ്ദേഹം ക്ഷമിക്കില്ല. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാനെ ആരാധിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അഘോരമൂർത്തിയെ കറുത്ത നിറത്തിൽ സങ്കല്പിച്ച് നമ്മൾ ഒരു അഘോര പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിക്കുക. എല്ലാ നാളിലും ഒരു ദോഷവും വരില്ല.